ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഇനിയുള്ള എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായും മുൻകാല ചോദ്യങ്ങൾ നമ്മൾ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. ഒരിക്കൽ ചോദിച്ചവ ഇനി തെറ്റിക്കരുത് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ആ ചോദ്യങ്ങളും അതിനോട് അനുബന്ധമായ മറ്റ് ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ഓൺലൈൻ ഓഫ്ലൈൻ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ തന്നെയാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം LDC മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നടത്തിവരുന്ന മിഷൻ LDC 2021. LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ക്ലാസുകൾ ഈ ഒരു ബാച്ച് കോഴ്സിൽ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്ന് ജേതാവ് LGS മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. ആരംഭം, അതായത് ഇതൊരു 200 ദിന ബേസ് കോഴ്സാണ്. അതായത് തുടക്കക്കാർക്ക് വളരെ ഗംഭീരമായി തന്നെ PSC സർവീസിലേക്ക് വരാനുള്ള ഒരു കാൽവെപ്പ് ഒരുക്കുന്നു. അടുത്ത പ്രയാണം, ഇതൊരു റിസർച്ച് ഓഫീസർ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. +2 ലെവലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദിശ എന്നൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ജേതാവ്, അങ്ങനെ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസ്, മറ്റ് മോക്ക് ടെസ്റ്റ് തുടങ്ങിയവയെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ ഓഫറുകളോട് ലഭിക്കുവാൻ അക്കാഡമി 10 എന്ന കോഡ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ സെപ്റ്റംബർ മെഗാ ബെമ്പർ ഓഫറായിട്ട് 12 മാസ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഒന്ന് നോക്കുക. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഓപ്ഷൻ സി, വിസരണം. അപ്പോൾ എന്താണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം? എന്താണ് വിസരണം? പഠിക്കുക എന്താണ് വിസരണം. ഇനി ആകാശത്തിന് നീല നിറത്തിന് കാരണം അത് കണ്ടെത്തി. അത് ആരാണ്? ലോർഡ് റെയ്ലി. ആരാണ്? ലോർഡ് റെയ്ലി. അപ്പോൾ അത് പഠിക്കുക. അതെങ്ങനെ ഓർത്തിരിക്കും? റെയിൻ, അതായത് റെയിൻ ആകാശത്ത് നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അത് തന്നെ ആകാശം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. റെയ്ലി എന്ന് പഠിക്കുക. ഇനി കടലിൻ്റെ നീല നിറത്തിന് വ്യക്തമായ ഡെഫിനിഷൻ നൽകി ആരാണ്? CV രാമൻ. എന്നാണ് കണ്ടെത്തിയത്? 1928 ഫെബ്രുവരി 28 അതിൻ്റെ ഫലമായി തന്നെയാണ് ശാസ്ത്രദിന ഫെബ്രുവരി 28. CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ചു 1930. ഇനി പ്രകാശത്തിൻ്റെ ചില പ്രതിഭാസങ്ങൾ നമുക്ക് ജസ്റ്റ് വേഗത്തിൽ നോക്കാം. ഒന്നാമത് പഠിക്കുന്നത് റിഫ്ലക്ഷൻ. സിമ്പിളാണ്. അതായത് നമ്മുടെ മിററിൽ തട്ടി പ്രതിഫലിക്കുന്നത്, അത് തന്നെയാണ് റിഫ്ലക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിനിമാ തിയേറ്ററിൽ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഈ ഒരു പ്രതിഫലനം, അതായത് റിഫ്ലക്ഷൻ. അടുത്ത് പഠിക്കുന്നു അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം ഏതാണ്? അത് അപവർത്തനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പഠിക്കുക. അപവർത്തനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. പിന്നെ പഠിക്കുക അപവർത്തനം, അതായത് സാന്ദ്രതാ വ്യത്യാസമുള്ള 2 മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാര പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആണ് പ്രധാനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. പിന്നെയുള്ളത് സൂര്യൻ്റെ ഉദയത്തിന് മുമ്പും സൂര്യൻ്റെ അസ്തമനത്തിന് ശേഷവും നമുക്ക് പ്രകാശം കാണാൻ സാധിക്കുന്നു. ലൈറ്റ് കുറച്ചു നേരം തങ്ങി നിൽക്കുന്നു. അത് ഏതാണ്? ഈ അപവർത്തനം മുഖേനയാണ്. ഇനി പഠിക്കുക പ്രകീർണനം. പ്രകീർണനം എന്ന് പഠിക്കുക എന്താണ്? പ്രേമം എന്ന് പഠിക്കുക. ഫോർ മഴവിൽ എന്ന് പഠിക്കുക. അതായത് മഴവില്ലിൻ്റെ പ്രതിഭാസത്തിന് കാരണം ഏതാണ്? പ്രകീർണനം. അതായത് സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നതാണ് ഈ പ്രകീർണനം എന്ന് പറയുന്നത്. ഇനി ഡിഫ്രാക്ഷൻ പഠിക്കുക. ഡിഫ്രാക്ഷൻ അതായത് CD എന്ന് പഠിക്കുക. ഡിഫ്രാക്ഷൻ ഫോർ CD, അതായത് CD-യിൽ കാണുന്ന വർണ്ണ ഇതുണ്ടല്ലോ, വർണ്ണം ആയിട്ട് കാണുന്നത്, അതിന് ഏതാണ്? ഡിഫ്രാക്ഷൻ എന്ന് പഠിക്കുക. ഇനി പഠിക്കുക ഇൻ്റർഫറൻസ്. അതായത് ഒരേ സ്ഥലത്തെത്തുന്ന ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നു. അതായത് നമ്മുടെ സോപ്പിലെ ബബിൾസിൽ കാണുന്ന ആ ഒരു കളറില്ലേ, അതാണ് നമ്മുടെ ഇൻ്റർഫറൻസിന് കാരണം. പിന്നെയുള്ളത് വിസരണമുണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അതായത് പ്രകാശം അന്തരീക്ഷ വായുവിലെ
പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനം ആണ് വിസരണം. ഏറ്റവും വിസരണം കൂടിയ നിറം ചോദിച്ചാൽ പഠിക്കുക ഏതാണ്? വയലറ്റ്. വിസരണം കൂടിയത് വയലറ്റ്. എന്നാൽ കുറവ് ഏതാണ്? ചുവപ്പ് എന്നും പഠിക്കുക. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഹൈഡ്രജൻ. അപ്പോൾ ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നു ഇലക്ട്രോസ്കോപ്പ്. എങ്കിൽ പറയുക തെർമോമീറ്റർ. എന്തിനാണ്? താപം അളക്കാൻ ഉപയോഗിക്കുന്നു ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു ലാക്ടോമീറ്റർ. പാലിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ പാലിൽ ജലം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം പഠിക്കുക, ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഗാൽവനൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സേഷൻ എന്ന് പഠിക്കുക. സേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏത് വരണം? സേഷൻ എന്ന് പഠിക്കുക. ഇസെറ്റ് ഫോർ സിങ്ക് എന്ന് പഠിക്കുക. ഇസെറ്റൻ, അതായത് ഗാൽവനൈസേഷൻ സിങ്ക്. ഒരു ടോണിൽ അങ്ങ് കൃത്യമായി പഠിക്കുക. അടുത്ത ചോദ്യം, ചിലി സാൾട്ട് പീറ്ററിൻ്റെ രാസനാമം എല്ലാവരും തെറ്റിക്കും. എന്താണ്? പൊട്ടാസ്യം നൈട്രേറ്റ് ആണോ? അല്ല, സോഡിയം നൈട്രേറ്റ്. അപ്പോൾ ചിലി സാൾട്ട് പീറ്റർ എന്താണ്? സോഡിയം നൈട്രേറ്റ്. അപ്പോൾ സോഡിയം സംയുക്തങ്ങൾ PSCയിൽ ഒരുപാട് ആവർത്തനമാണ്. പഠിക്കുക. കറിയുപ്പ് NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? കറിയുപ്പ്. NaCl എന്താണ്? കറിയുപ്പ്. അലക്കുകാരം പഠിക്കുക. സോഡിയം കാർബണേറ്റ്. അപ്പോൾ അതെങ്ങനെ ഓർത്തിരിക്കും? സോഡിയം സംയുക്തമാണ് കാർബണേറ്റ്, അതായത് കറുപ്പ് എന്നോർക്കുക. നമ്മൾ തുണി വെളുപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സംയുക്തം എന്നോർക്കുക. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. ഇനി സോഡ ആഷ് എന്ന് പറയുന്നതും ഏതാണ്? സോഡിയം കാർബണേറ്റ് തന്നെയാണ്. അപ്പക്കാരം ചേർത്ത് പഠിക്കുക. സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ അലക്കുകാരം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. കാസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് കാസ്റ്റ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കാസ്റ്റിക് സോഡ, അതായത് കാസ്റ്റ് എപ്പോഴും വെള്ളത്തിലാണ് എന്ന് പഠിക്കുക. അതായത് ഹൈഡ്രോ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഹൈപ്പോ എന്താണ്? സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് ആണ് ഏത്? നമ്മുടെ ഹൈപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം സംയുക്തത്തിൽ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ജേക്കബ്സൺസ് ഓർഗൻ ഏത് ജീവിയുടെ ജ്ഞാനേന്ദ്രിയമാണ്? ഏത് ജീവിയാണ്? ഓപ്ഷൻ സി, പാമ്പ്. അപ്പോൾ പാമ്പിൻ്റെ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ ഏതാണ്? ജേക്കബ്സൺസ് ഓർഗൻ. അടുത്ത ചോദ്യം, മറിഞ്ഞു വീഴുന്ന ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിനുകൾ. ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. കോശ ശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ലഭിക്കുന്ന മിച്ച ഊർജത്തിൻ്റെ അളവാണ് എത്ര? 30 ATP. അടുത്ത് പഠിക്കുക. ആൺപെൺ ജീവികളിൽ ക്രോമോസോം സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ജീവിവർഗം ഏതാണ്? തേനീച്ച. സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത കോശാംശമാണ് ഏത്? ലൈസോസോം. അപ്പോൾ ലൈസോസോം ഏത്? ജന്തു വിഭാഗത്തിൽ കാണുന്ന കോശാംശമാണ്. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഒന്നാം സമ്മേളനത്തിൽ ആരായിരുന്നു? ഓപ്ഷൻ സി, റാംസെ മക്ഡൊണാൾഡ്. അപ്പോൾ വട്ടമേശ സമ്മേളനം 1930 മുതൽ 32 വരെയായിരുന്നു സമ്മേളനം. അതിൽ 3ലും അധ്യക്ഷൻ ആര് തന്നെയായിരുന്നു? നമ്മുടെ റാംസെ മക്ഡൊണാൾഡ്. വേദി ചോദിച്ചാൽ ലണ്ടനാണ്. ആ സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ചോദിച്ചാൽ ജോർജ് അഞ്ചാമനാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലെയും ആ ബ്രിട്ടീഷ് രാജാവ്. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഇർവിൻ പ്രഭു എന്നും ഓർത്തിരിക്കുക. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാമത്തേതാണ്. ഇനി 3 വട്ടമേശ സമ്മേളനങ്ങൾ പങ്കെടുത്തു. ആരൊക്കെയാണ്? സപ്രുവും അംബേദ്കറും. അടുത്ത ചോദ്യം, ജാതിക്കുമ്മി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തി ആരാണ്?
ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. എങ്കിൽ പറയുക സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കർ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഇനി ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഏറ്റവും പ്രധാനം ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. വർഷം 1875. ഇദ്ദേഹം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു. ആര്യന്മാർ ഇന്ത്യയിൽ വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത ചോദ്യം, വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പത്രം ഏതാണ്? ഓപ്ഷൻ സി സ്വദേശാഭിമാനി. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു ആര്? ഓപ്ഷൻ ബി വി ഡി സവർക്കർ. എന്നാൽ PSC കൊടുത്ത ആൻസർ പ്രൊവിഷണൽ കൊടുത്തത് RC മജുംദാർ ആണ്. എന്നാൽ പഠിക്കുക ആരാണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു? വി ഡി സവർക്കർ. ഇനി ഈ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? കോൾ മാക്സ് ആണ്. ഇനി പഠിക്കുക, ഈ 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചു SB ചൗധരി. നാഗരികതയും കാടത്തവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് വിശേഷിപ്പിച്ചു TR ഹോംസ്. ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചു വില്യം ഡാറിമ്പിൾ. എങ്കിൽ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചു ബെഞ്ചമിൻ ഡിസ്രേലി. അപ്പോൾ അത് രണ്ടും മാറിപ്പോകരുത്. ഉയർത്തെണീക്കലുമുണ്ട്, ദേശീയ ഉയർത്തെണീക്കലുമുണ്ട്. ഉയർത്തെണീക്കൽ ആരാണ്? വില്യം. ഉയർത്തെണീക്കൽ വില്യം. എന്നാൽ ദേശീയ ഉയർത്തെണീക്കൽ ചോദിച്ചാൽ അത് ബെഞ്ചമിൻ ഡിസ്രേലി. അടുത്ത ചോദ്യം, മിശ്രഭോജനം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? മിശ്രഭോജനം ആരാണ് നടത്തിയത്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കി ആരാണ്? ജവഹർലാൽ നെഹ്റു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി 1888. ക്ഷേത്രം പണിതു 1887. ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായ വർഷം എന്നാണ്? 1876. അപ്പോൾ തെറ്റിക്കരുത്, 1876 ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായി. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. 1876 സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ഇനിയും ഒട്ടനവധി ഉണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.